എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെറിയൊരു ടിപ്പായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ അല്ലേ, ഇമ്മ്യൂണിറ്റി കുറവാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികൾക്ക് നമ്മൾ കാണുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ് കാരണം? അത് എപ്പോഴെങ്കിലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ പച്ചക്കറി ആയാലും എന്താണെങ്കിലും, അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രോട്ടീനും വിറ്റാമിനും മിനറൽസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ചിലർ പറയും ഞങ്ങൾ സിർലാക്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെന്താ. പക്ഷെ അതിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട പ്രോട്ടീനും വിറ്റാമിനും മിനറൽസൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളെ എപ്പോഴും നല്ല ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കണം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, നല്ല ആക്റ്റീവ് ആകണം എന്നൊക്കെയാണല്ലേ ആഗ്രഹം. ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അമ്മയും അച്ഛനും കൂടി വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലേ. ചിലർക്ക് പല പ്രശ്നങ്ങൾ, പല അസുഖങ്ങൾ വരുന്നവരുണ്ടാവും ചെറുപ്പത്തിൽ തന്നെ. ഇല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ വിറ്റാമിനും മിനറൽസൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പിന്നെ വലുതാകും തോറും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുമുണ്ട് അല്ലേ നമ്മുടെ സമൂഹത്തിൽ. ഞാനൊക്കെ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാനത് കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം എഫക്റ്റ് ആയേനെ. ആ ഒരു കാലത്ത് എനിക്ക് വിറ്റാമിനും മിനറൽസ് പ്രോട്ടീനും ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ പലപ്പോഴും പല അസുഖങ്ങളിൽ പോയി നമ്മുടെ ശരീരത്തിലേക്ക് അസുഖം വന്ന് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ അല്ലേ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ട് വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീനും മിനറൽസും വിറ്റാമിനൊക്കെ കൊടുക്കണം. ഒരു ദോശയോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ എത്രമാത്രം പ്രോട്ടീൻ കിട്ടുമെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ അതിലേക്കാട്ടും കൂടുതലാണ് ഞാനിപ്പോൾ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു പൗഡറാണ്, എന്ന് വെച്ചാൽ കിഡ്സ് ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു പൗഡറാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അത് ഇഷ്ടമായിട്ട് കഴിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ 6 മാസത്തിലൊക്കെ കൊടുക്കുന്ന സിർലാക്കിൻ്റെ കൂടെ കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ കൂടെ അവർക്ക് പ്രോട്ടീനും വിറ്റാമിനും മിനറൽസൊക്കെ അവർക്ക് കിട്ടും. ഇത് കഴിച്ച കുട്ടികൾ പിന്നെ ഒരിക്കലും പീഡിയാട്രീഷ്യൻ ഡോക്ടേഴ്സിൻ്റെ ആ ഡോറിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടായ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇത് കഴിച്ചിട്ട് അവർക്ക് ഒരുപാട് മാറ്റം. ഏത് സമയം ജലദോഷവും ചുമയും അല്ലെങ്കിൽ ഒരു പനിയൊക്കെ വരുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കിതൊക്കെ കൊടുക്കാൻ തുടങ്ങിയ ശേഷം അവർക്ക് അങ്ങനത്തെ ഒരു സംഭവമേ വന്നിട്ടില്ല. എന്തെങ്കിലും വീഴോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഈ സ്കിന്നിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ അങ്ങനെ ഒരു കാര്യത്തിന് മാത്രമേ അവർ ഇതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ. അപ്പോൾ എത്രമാത്രം എഫക്റ്റായിട്ടുള്ള ഒരു കിഡ്സ് ഡ്രിങ്ക് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ചില കുട്ടികൾക്കത് കുടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ചില കുട്ടികൾക്ക് മിഠായി ഭയങ്കര ഇഷ്ടമായിരിക്കില്ല, ചോക്ലേറ്റ്സ് അതൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ കഴിക്കാനുള്ളതുണ്ട്. കിഡ്സ് ട്യൂബിൾ എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അങ്ങനെ ഓരോ തരത്തിൽ 12 വയസ്സ് വരെ കുട്ടികൾക്ക് കഴിക്കാം. ആ 12 വയസ്സ് വരെ കഴിക്കുമ്പോഴത്തേക്ക് ആ കുട്ടീൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റം വരും. അത് ഞാൻ 12 വയസ്സ് കഴിയുമ്പോഴോ അതിൻ്റേതായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഓരോ ജീവിത രീതി ആ രീതിയിലാണല്ലേ. ഫാസ്റ്റ് ഫുഡ്, ബർഗർ, പിസ്സ ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഒരുപാട് പേര് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കും തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രോട്ടീനും വിറ്റാമിനും മിനറൽസും ഒക്കെ അടങ്ങിയ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം എത്രമാത്രം അല്ലേ, നമുക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാകും അല്ലേ. നമ്മുടെ അമ്മമാർക്കും അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം സന്തോഷത്തിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിലിരിക്കുമ്പം അവരുടെ മനസ്സ് എത്രമാത്രം സന്തോഷിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെ കുട്ടികളെയും ആരോഗ്യത്തോടെ വളർത്താനായിട്ട് ശ്രമിക്കുക. അതിനായിട്ടുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ പ്രൈസും ഒക്കെ ഞാനിതിലിടുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് എൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കുട്ടികളെ നന്നായിട്ട് അല്ലേ, ആരും നോക്കുന്നില്ല എടുക്കുന്നില്ല എന്നല്ല, നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. വിറ്റാമിൻ, പ്രോട്ടീൻ, മിനറൽസ് ഒക്കെ കൊടുക്കണം. എന്നാലേ അവരുടെ എല്ലിനൊക്കെ ശക്തി കിട്ടുള്ളൂ, വളരെ ആക്റ്റീവ് ആവുള്ളൂ. ചില കുട്ടികൾ കണ്ടിട്ടുണ്ട് അല്ലേ,
ഇത് വളരും തോറും അവരുടെ ഓരോ രീതിയിലൊരു മാറ്റം, ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരിക്കും അല്ലേ. അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് അവർ കഴിച്ചിട്ടുള്ളത്. അപ്പോഴെന്താ ഈ കിഡ്സ് ഡ്രിങ്ക് അല്ലെങ്കിൽ കിഡ്സ് ട്യൂബിൾ അങ്ങനത്തെ ഒരുപാട് പ്രോഡക്റ്റ് സപ്ലിമെൻ്റ് കഴിച്ച കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ആക്റ്റീവാണ് അവർ. ഏത് കാര്യത്തിനും അവർ മുന്നിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവുക. അവർ ഏത് കാര്യത്തിലും അവർ എന്താ പറയുക 100% വിജയിച്ചിട്ടുണ്ടാവും. അവർക്ക് എന്ത് കൊടുത്താൽ മതി, ഒരു ടോപ്പിക്ക് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചിട്ടുണ്ടാകും. അതാണ് നമ്മുടെ ഈ കിഡ്സ് ഡ്രിങ്കും കിഡ്സ് ട്യൂബിളും. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കിഡ്സിനെ സംബന്ധിച്ച് 12 വയസ്സ് വരെ കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനൊരു ചെറിയൊരു പനി വന്നു അല്ലെ ജലദോഷം വന്നു, നമ്മൾ ഓടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അല്ലേ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴെന്താ ഡോക്ടർമാരവിടെ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കും അല്ലേ. അപ്പം നമ്മളെന്താ പൈസയോ ഒന്നും നോക്കത്തില്ല അല്ലേ. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് ഇത്ര രൂപയാണെന്ന് പറയുമ്പോൾ കുറേ പേര് ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഒരു വിലയല്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത്രമാത്രം പൈസ കളയുമ്പോൾ ആ ഒരു സംഭവം മേടിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ കയറേണ്ടി വരില്ല എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ആർക്കും അത് മേടിക്കാൻ കഴിയാണ്ടിരിക്കുക അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ കൊണ്ടുപോകാനായിട്ടായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെറുതെ എന്തിനാ പൈസ കളയുന്നത്? വെറുതെ ആൻറ്റിബയോട്ടിക്കും അല്ലാത്ത മരുന്നുകളൊക്കെ എന്തിനാ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് വെറുതെ കുത്തിക്കയറ്റി എടുക്കുന്നത്? അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യേണ്ടി വരിക ഇനി സമൂഹത്തിൽ, അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇതിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഡീറ്റെയിൽസ് അറിയാനായിട്ട്. അല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും ഇതിന് പറ്റിയ ആൾക്കാരൊക്കെ ഇത് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെ നന്നായിട്ട് വളരണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യത്തോടെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പം എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടമായി എന്ന് തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.